ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. അപ്പം നമ്മൾ ഇതിന് മുൻപിലത്തെ ഒരു എപ്പിസോഡിൽ ഇംഗ്ലീഷ് ഈസ് എ ഗെയിം വിത്ത് 24 വേർഡ്സ് എന്ന് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ആ 24 പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതും നിങ്ങൾക്കറിയാം, വളരെ കൊച്ചു കൊച്ചു പദങ്ങൾ, ചെറിയ പദങ്ങളാണ്, ബട്ട് ദേ ആർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾ ഈ വെടിക്കെട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. വെടിക്കെട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാലപ്പടക്കം പൊട്ടും, ഇങ്ങനെ വളരെ വേഗത്തിൽ. അതിനിടയ്ക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അമിട്ട് മുകളിൽ പോയിട്ട് പൊട്ടുന്നു. ഇതിനെയൊക്കെ കവച്ച് വെക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. അതുപോലെ ആയിരക്കണക്കിന് പദങ്ങൾ നിങ്ങൾക്കറിയാം. അതിനിടയ്ക്കുള്ള ഈ 24 പദങ്ങൾ, ദേ ആർ സോ ഇമ്പോർട്ടൻറ്റ്. ഇതില്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പദങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, പക്ഷേ ഈ 24 പദങ്ങൾ അതില്ലാതെ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ 24 പദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആദ്യത്തത് IS ഈസ്, AM ആം, ARER, ഈസ്, ആം, ആർ. 3 പദങ്ങൾ. ആകുന്നു എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ ആണ് എന്നർത്ഥത്തിൽ ഇംഗ്ലീഷിൽ 3 പദങ്ങളുണ്ട്: ഈസ്, ആം, ആർ. മലയാളത്തിൽ നമുക്ക് ഒറ്റ പദമേ ഉള്ളൂ. അപ്പം ഈസ്, ആം, ആർ, ആകുന്നു. അടുത്തത് വോസ്, വെർ. WAS വോസ്, WERE വെയർ. ആയിരുന്നു എന്നർത്ഥത്തിൽ 2 പദങ്ങൾ. ഇനി അതിൻ്റെ ഇംഗ്ലീഷിൽ ഉണ്ട് എന്നർത്ഥത്തിൽ 2 പദങ്ങൾ: HAS ഹാസ്, HAVE ഹാവ്. ഇനി ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ HAD ഹാഡ്, ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ ഒറ്റൊരു പദം. ഇനി ഡു, ഡസ്. DOS ഡസ്, ഡു, ഡസ്. 2 പദങ്ങൾ: ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നർത്ഥത്തിൽ 2 പദങ്ങൾ. ഇനി DID ഡിഡ്, ചെയ്തു എന്നർത്ഥത്തിൽ 1 പദം. അപ്പം എത്ര പദങ്ങളായി? 11 പദങ്ങളായി. ഈസ്, ആം, ആർ, വോസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. 11 പദങ്ങൾ. ഈ പദങ്ങളെ പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്നാണ് വിളിക്കുക. അത് താല്പര്യമുള്ളവർ മാത്രം ഇതിൻ്റെ ടെക്നിക്കൽ ടേംസൊക്കെ പഠിച്ചു വെച്ചാൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കാരണം ഇതൊക്കെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസ്. നമുക്ക് വേണ്ടത് ഈ പദങ്ങൾ അറിയണം, പദങ്ങളുടെ അർത്ഥം അറിയണം, അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രയോഗം അറിയണം. ഇത്രയും നമുക്കറിയേണ്ടതുള്ളൂ. പക്ഷേ ടെക്നിക്കൽ ടേംസ് എഴുത്തുഭാഷയുടെ ഭാഗമാണ്. അത് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വിളിക്കുന്നത്, ഈ 11 പദങ്ങളെ വിളിക്കുന്നത് പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്നാണ്. അതായത് ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ സഹായക്രിയകൾ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നെ പഠിക്കാം. ഇപ്പം ഇത്ര ഓർത്താൽ മതി. ഇനി ആ 11 പദങ്ങൾ കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത് 13 പദങ്ങളുണ്ട്. ആ പദങ്ങളെ മോഡൽ ഓക്സിലറി വേർബ്സ് എന്നാണ് വിളിക്കുക. MODAL ആണ് മോഡൽ. MODEL അല്ല, MODAL. മോഡൽ ഓക്സിലറി വേർബ്സ്. അത് ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡയർ, യൂസ് ടു, ought to. ഇതാണ് ഈ 13 പദങ്ങൾ. ഈ 13 പദങ്ങൾക്ക് പ്രത്യേകിച്ചൊരർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ല. അതേസമയം നേരത്തെ ആദ്യം പഠിച്ച 11 പദങ്ങൾക്ക് കൃത്യമായ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു. ഈ പദങ്ങൾ, ഒടുവിൽ പഠിച്ച ഈ 13 പദങ്ങൾ മറ്റു ചില പദങ്ങളായിട്ട് ചേരുമ്പോഴാണ് അതിനർത്ഥം കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണ്, ഐ ഷാൽ സിങ്. വാട്ട്സ് ദി മീനിങ്? ഞാൻ പാടാം. ഞാൻ ഓഫർ ചെയ്യാണ്, ഞാൻ പാടാം. കുട്ടികളൊക്കെ ഇല്ലേ, ഞാൻ പാടാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഐ ഷാൽ സിങ്. അതേസമയം ഐ വിൽ സിങ്, ഷാലിന് പകരം വിൽ ഉപയോഗിച്ച അർത്ഥം എന്താ അറിയോ? എന്തായാലും ഞാൻ പാടും. ആരെതിർത്താലും ശരി ഞാൻ പാടും, നിർബന്ധം പിടിക്കും. ഐ വിൽ സിങ്, ഞാൻ പാടും, പാടിയേ തീരും. ഇനി ഐ ക്യാൻ സിങ്, എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, എനിക്ക് പാടാൻ കഴിയും എന്നാണ് ഐ ക്യാൻ സിങ്. ഐ കുഡ് സിങ്, അപ്പോഴേക്കും എനിക്ക് പാടാൻ കഴിയുമായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് എനിക്ക് നന്നായി പാടാൻ ഐ കുഡ് സിങ് വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്ത് നന്നായിട്ട് പാടാൻ കഴിയുമായിരുന്നു. ക്യാൻ മാറി, കുഡിലേക്ക് എത്തിയപ്പോൾ അർത്ഥം വീണ്ടും മാറി. ദെൻ യു സി ഐ മേ സിങ്. ഉറപ്പില്ല, ചിലപ്പം ഞാൻ പാടും. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഉറപ്പ് തരാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പറയുക ഐ മേ സിങ്, ചിലപ്പം ഞാൻ പാടും കേട്ടോ. ദെൻ ഐ മസ്റ്റ് സിങ്,
എനിക്ക് നിർബന്ധമായി, എനിക്ക് ഒഴിവാകാൻ പറ്റില്ല, പാടിയേ പറ്റൂ. ഐ മസ്റ്റ് സിങ്, പാടിയേ പറ്റൂ. അവിടെ നിർബന്ധം ആരോപിച്ചില്ല. അപ്പോൾ ഐ മസ്റ്റ് സിങ്. അപ്പം നോക്ക്, ഈ പദങ്ങൾ മാറുന്നതനുസരിച്ച് ആ സിങ് എല്ലായിടത്തും ഒരുപോലെ വന്നു. പക്ഷേ ആദ്യം ഷാൽ, വിൽ, ക്യാൻ, കുഡ്, മേ, മസ്റ്റ് ഇത് ചേരുന്നതനുസരിച്ച് ഇതിൻ്റെ അർത്ഥമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഈ പദങ്ങളൊക്കെ ഇത്ര ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറേ പദങ്ങൾ കിട്ടിയോണ്ട് മാത്രമായില്ല, ആ പദങ്ങൾ ഹൗ ടു യൂസ്, വെൻ ടു യൂസ് ആൻഡ് വേർ ടു യൂസ്, എങ്ങനെ എപ്പോൾ എവിടെ ഉപയോഗിക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അതാണ് ഈ 24 പദങ്ങളുടെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് പദങ്ങളൊന്നും ഇംഗ്ലീഷിൽ അറിയണമെന്നില്ല, പക്ഷേ ഈ 24 പദങ്ങൾ അറിയണം, എങ്കിലേ ഈ പദങ്ങളെ മുഴുവൻ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പം സേമിയ പായസം, നമ്മൾ സേമിയ പായസം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാം, അതിൽ സേമിയുണ്ട്, പാലുണ്ട്, പഞ്ചസാരയുണ്ട്, അങ്ങനെ പലതും ചേർന്നതാണ് സേമിയ പായസം. ആ സേമിയ പായസം ആകണമെങ്കിൽ വേണ്ട സാധനങ്ങൾ വേണ്ട അളവിൽ ചേരണം. അതുപോലെ കുറേ പദങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ പദങ്ങൾ ഇതെങ്ങനെ കൂട്ടി യോജിപ്പിക്കണം, ഏത് സന്ദർഭത്തിൽ കൂട്ടി യോജിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോഴും ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഈ 24 പദങ്ങൾ ഏതാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് തൊട്ടിട്ട് ഓരോ പദങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോടൊരു റിക്വസ്റ്റ്, നിങ്ങളുടെ മക്കൾ ഈ വീഡിയോകൾ കാണുന്നുണ്ടെന്ന്, അതായത് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി. നിങ്ങളുടെ മക്കളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെടുത്തുക. അവരെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ് അവർക്ക് കാണാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് കാണും. അത് അവർക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാനും കഴിയും, അവരുടെ എഴുത്ത് ഭാഷ നന്നാവും, അവർക്ക് പരീക്ഷ വളരെ എളുപ്പത്തിൽ എഴുതി നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയും. അതുകൊണ്ട് അതവർക്ക് ഉപകരിക്കും. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്ന് ഉള്ള ഒരു റിക്വസ്റ്റാണ് ഉള്ളത്. Okay friends, thank you for watching this video. Bye till we meet again.